അപ്പോൾ നാട്ടിലെത്തിയ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് പണിയുടെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ടാണ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നാട്ടിലെത്തിയ ശേഷമുള്ള നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഉച്ചത്തെ ലഞ്ച് വിശേഷങ്ങളും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും പറയാറുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും അതൊക്കെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. വീഡിയോസിൽ തന്നെ നമ്മൾ UAE വ്ളോഗ്സ് ഇടുന്നതിലും കൂടുതൽ ഇഷ്ടം നാട്ടിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുള്ള വ്ളോഗ്സ് കാണാനാണെന്ന്. ഒരുപാട് സന്തോഷം. എനിക്കും അങ്ങനെ തന്നെയാണ്. നാട്ടിലെത്തി കഴിഞ്ഞാൽ പുറത്തുള്ള ചെടികളും അതൊക്കെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാനാണ് കൂടുതലും ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ച് പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് മാങ്ങയുടെ പച്ചമാങ്ങയുടെ സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റീനു റോസൊക്കെ ഈ ഒരു മാങ്ങയ്ക്ക് പുറകെ തന്നെയാണ് ഡെയിലി നടക്കുന്നത്. രാവിലെ തൊട്ട് തുടങ്ങും മാങ്ങ ഉപ്പും മുളകൊക്കെ ചേർത്ത് കഴിക്കാൻ തുടങ്ങൽ കേട്ടോ. ഇപ്പോൾ റോസിനും ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയുടെ പച്ചമാങ്ങ കഴിക്കുന്നതൊക്കെ. പണ്ട് റീനു മാത്രമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, റോസ് കഴിക്കില്ലായിരുന്നു. ഇപ്പം അവളും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്നു മാങ്ങ അറുത്ത് വെക്കാമെന്നൊക്കെ കേട്ടോ. അപ്പം ഇവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അറുത്തൊന്നും വെക്കണ്ട, നമ്മൾ വന്നിട്ട് പൊട്ടിച്ചോളാമെന്നൊക്കെ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ താഴെ തന്നെ മാങ്ങ ഉണ്ട്, അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അതും പ്രത്യേക ഒരു രസം തന്നെയാണല്ലോ മാങ്ങ നമ്മൾ തന്നെ ഫ്രഷായിട്ട് പൊട്ടിച്ച് അത് ഉപ്പും മുളകൊക്കെ ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ റോസ് ഇപ്പം അതിൻ്റെ വലിയൊരു ഫാനാട്ടോ. ഡെയിലി തന്നെ ആ പനി. എനിക്കിതിങ്ങനെ കാണാനിഷ്ടമാണ്. ഞാനങ്ങനെ എനിക്കെന്തോ മാങ്ങയുടെ ഇത് പല്ലുമ്മ തട്ടിയ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഞാനങ്ങനെ ഭയങ്കര പുളിയുള്ള മാങ്ങ ഒന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. പുളിയില്ലാത്ത പേരക്ക മാങ്ങ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ കഴിക്കുകയുള്ളൂ. ഇവിടെ റീനു ആണെങ്കിലും റോസും ആണെങ്കിലും രണ്ടാളും എത്ര പുളിയാണെങ്കിലും വേണ്ടിയില്ല, നന്നായിട്ട് മാങ്ങ കഴിക്കും. ഇവിടെ ഉമ്മ അങ്ങനെ പറയും മാങ്ങ അങ്ങനെയല്ല ചെത്താൻ, മാങ്ങ തൊലിയും അണ്ടിയോട് അടുപ്പിച്ചിട്ട് വേണം ചെത്താൻ. എനിക്ക് പിന്നെ അതൊന്നും അറിയില്ല കേട്ടോ. ഞാനങ്ങനെ ഇതിമേൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ലുക്കൊന്നും ഉണ്ടാവില്ല മാങ്ങ ചെത്തിയത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോസുണ്ട് പറയുന്നത് ഇങ്ങനെയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ കുറേയൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ പച്ചമാങ്ങ മുളക് പൊടി ഉപ്പും പിന്നെന്താ തേനൊക്കെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ തൽക്കാലം ഇങ്ങനെ കഴിക്കുന്നു. അപ്പം അവളെല്ലാവരെയും കൊതിപ്പിച്ചിരിക്കുന്ന കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീനുവിൻ്റെ കാര്യമാണ് രസം, കാരണം റോസിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അവളിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അത്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നമ്മൾ നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതിൽ കമൻസിലൊക്കെ കുറേ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിലർ മീൻസ് 1-2 കമൻസൊക്കെ അവർ തന്നെ ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നു, പല വേറെയും കമൻസ് വന്നപ്പം. എന്തായാലും രസകരമായിട്ടുള്ള കമൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലേക്ക് വരുന്നും പോകുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള കമൻസൊക്കെ ആയിരുന്നു. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെയാണ് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ വീട് പണിയുടെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് വരണം. അതിപ്പോൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ വരുന്നതും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. ഈ കാണുന്നതൊക്കെ തന്നെ വീട്ടിലെ വിശേഷങ്ങളാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറച്ച് ദിവസത്തിനായിട്ട് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട് പണിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം പുറത്ത് പോയപ്പം കൂറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആയി നമ്മളത് കഴിച്ചിട്ട് കേട്ടോ. അപ്പം അത് നന്നാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് കൊണ്ടുവരാത്തത്. അപ്പോൾ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ പറമ്പിലുള്ള മാങ്ങയാണ്, ഈ മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയ മാങ്ങയായിട്ടത്. പക്ഷെ അത് വല്ലാണ്ട് പഴുത്തിട്ടില്ല, എന്നാലും ആ ഒരു ചെറിയ സൈസ് മാങ്ങയാണ്. ചെറിയൊരു പുളിയുണ്ട്, ചെറിയൊരു മധുരം ഉണ്ടാവും. ഇനി ബാക്കി നമുക്ക് പഞ്ചസാര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചുകൂടെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കളറിലായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ പുറത്ത് പോയപ്പോൾ ഈ ആടിൻ്റെ കയ്യും കാലും പ്ലസ് കുറച്ച് ഇറച്ചിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം വെച്ചിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്.
പിന്നെ റെസിപ്പീസൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പിന്നെ അതിങ്ങനെ പറയാത്തത്. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ കുഴച്ചിട്ട് അടുപ്പത്താട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുക്കറിൽ ഇങ്ങനെ മട്ടനൊന്നും ഉണ്ടാക്കാറില്ല. ബീഫും മട്ടനൊക്കെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുക. അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പിന്നെ അടുപ്പിൻ്റെ വിവരങ്ങളും ഞാൻ പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നില്ല. എനിക്കിങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സ്മെല്ല്, ആ ഒരു പുകയുടെ സ്മെല്ല്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇത് തന്നെയാണ് പറയുക. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ സാമ്പാർ ഓൾറെഡി ഉണ്ട്. ഇത്ത, അതായത് മൂത്തച്ചി രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാമ്പഴം ഇതുപോലെ കുറച്ച് മാമ്പഴങ്ങൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അത് നന്നായിട്ട് കുക്കായ ശേഷം ഉപ്പ് ചേർക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് പുറത്തൊന്ന് ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഇതാ ഒരു മയിലിനെ അവിടെ കണ്ടത്. നമ്മൾ പുതിയ വീടിൻ്റെ മുകളിലാണ് ആ മയിൽ വന്നിരിപ്പുള്ളത് കേട്ടോ. കുറച്ച് ദൂരമാട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് ഞാനിങ്ങനെ വീഡിയോ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ആൾ ഇറങ്ങുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന് പറയാറുണ്ട് ഉമ്മ. പക്ഷേ നമ്മളുള്ള സമയത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കിട്ടുണ്ടല്ലോ റോസുവിൻ്റെ, ആ കോഴി ചത്തു കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് ചത്തത്. പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു റോസുവിനൊക്കെ. പക്ഷേ ഇതിപ്പം പുതിയ കിട്ടുവിനെ വാങ്ങിച്ചതാണ്. അടുത്ത വീട്ടിലെ ഇത്ത നമുക്ക് അറക്കണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. പക്ഷേ നമ്മളത് കിട്ടുവിനെ പകരമാക്കിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അതിനെ കെട്ടിയിട്ടതാണ് ഒരു ദിവസം, കാരണം എവിടേക്കെങ്കിലും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇത് നമ്മളെ കൂറക്ക ഇതുപോലെ നമ്മൾ ചാക്കിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ടൊക്കെ വേണമല്ലോ അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കല്ലുപ്പൊക്കെ വെച്ചിട്ട് കുലുക്കിയെടുക്കുന്നത് കേട്ടോ. അതൊന്നും വർക്കാവുന്നില്ല. ആർക്കെങ്കിലും കല്ലുപ്പ് വെച്ചിട്ട് ഈ കൂറക്കൻ്റെ തൊലി കളയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്കത് ശരിയാവുന്നില്ല കേട്ടോ. അതാണ് പിന്നെ കാണിക്കാഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ സാധാരണ നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ചാക്കിലൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട്, കല്ലിലൊക്കെ അടിച്ചിട്ടാണല്ലോ അതിൻ്റെ തൊലി കളയൽ. അപ്പം അങ്ങനെ തന്നെയാണ് ഉമ്മ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കൂറക്ക അങ്ങനെ കൊണ്ടുവരാറില്ല. അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാണ്. പിന്നെ ഉമ്മാക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞിട്ട്, തൊലി പിന്നെയും കളയാനുണ്ട് കേട്ടോ. അതാണ് കുറേ ടൈം എടുക്കുന്ന പരിപാടി. പക്ഷെ ഭയങ്കര സംഭവമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ബീഫ്, ആട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതുമാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പം അതിൻ്റെ കൂടെ അതും കൂടി ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ ഒരുമിച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് കഴിക്കുക, നല്ലതാണ്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് പോയിനി. അത് ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മാമ്പഴമൊക്കെ വെന്തിട്ടുണ്ട്. അതുപോലെ ആട് അവിടെ വരട്ടാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കളറൊന്നും നോക്കണ്ട കേട്ടോ. കളറൊക്കെ ഒരു ലൈറ്റ് കളറേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭയങ്കര ഫ്ലേവറായിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പി. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ചെറിയ ജീരകം, പിന്നെ തൈര്, ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് മാമ്പഴം കുക്കായി കഴിഞ്ഞാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. അതിന് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടാണ് വേണ്ടത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി. എനിക്ക് പേഴ്സണലി മാമ്പഴ പുളിശ്ശേരിയുടെ ആ ഒരു കറി മാത്രമേ ഇഷ്ടമുള്ളൂ. മാമ്പഴം കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മാങ്ങ മധുരം ഇല്ല. അപ്പോൾ ഇത് ചെറിയൊരു പുളി, മധുരവും ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. എനിക്കിതിത്തെ മാമ്പഴം കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇക്കാക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിലും മാമ്പഴം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി വറവിട്ട് കൊടുക്കുക. ഉലുവ, കടുക്, ഉണക്കമുളക്, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി വറുത്തിട്ട് കറീൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടാണ് വേണ്ടത് കേട്ടോ. കറി ലൂസാക്കി എടുക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വായിൽ വെള്ളം വരുന്നൊരു ഫീലാണ്. പക്ഷേ എനിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. പക്ഷേ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു കറി.
പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ പിന്നെ കുറച്ച് എളുപ്പത്തിന് അതും ചേർത്തിട്ടില്ല. ഉലുവ കടുക് പൊട്ടിക്കുന്നതിന് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആടിതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് വരട്ടിയെടുക്കണം ഫ്രൈങ് പാനിൽ. അപ്പോൾ അതിതാ വരട്ടിയെടുക്കുകയാണ്. അതുപോലെ നമ്മൾ കൂർക്ക അപ്പോഴേക്കും ഉമ്മ ഉണ്ടാക്കിയിട്ടോ. ഞാനൊന്ന് അകത്ത് പോയി ഒന്ന് കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ഉമ്മ കൂർക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നാടൻ വിഭവങ്ങളാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. യുഎയിലായ സമയത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മോഡേൺ വിഭവങ്ങളും, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാടൻ വിഭവങ്ങളും. ഇത് സാമ്പാറാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുത്തശ്ശി കൊണ്ടുവന്നതായിരുന്നു രാവിലെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. സാമ്പാറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, പിന്നെ കൂർക്ക ഉപ്പേരി ഉണ്ട്, പപ്പടം ഉണ്ട്, ആട് വരട്ടിയതുണ്ട്, ചോറുണ്ട്, പിന്നെ അച്ചാറുകൾ കുറേ ഉണ്ട്, ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കാന്താരി മുളക് ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഒരേപോലെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒന്നും വച്ചിട്ടില്ല, വെറുതെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ തൈര്, മോര് അതൊക്കെ ഉണ്ട്. ഒക്കെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. മോരൊക്കെ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തന്നെ ഫ്രഷായിട്ട് തൈരും മോരൊക്കെ ഉണ്ടാക്കും. ചില സമയത്ത് ബാക്കിയുള്ള വെണ്ണ ബാക്കി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഉമ്മ നെയ്യ് ഉണ്ടാക്കാറുണ്ട്. വെണ്ണ ഉരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കാറുണ്ട്. ആ വെണ്ണ ഉരുക്കി നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ. റോസ് ഇതാ പപ്പടം നമ്മുടെ കിട്ടൂന് ഇട്ട് കൊടുക്കുകയാണേ, അതായത് പുതിയ കിട്ടുകൂട്ടാ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു പപ്പടം മാത്രം ഇട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ. അങ്ങനെ പിന്നെ നമ്മളിതാ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടില്ലല്ലോ, അപ്പോൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് വന്നതാണ്. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റൂഹി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കണം എന്നൊക്കെ കേട്ടോ. ഇപ്പോഴാണ് അവൾ ടി വിയിലൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചതാണ് അവൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ അതിൽ ആരും തൊടുന്നൊന്നും ഇഷ്ടമല്ല, അവൾ ഒറ്റയ്ക്ക് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾക്ക് കട്ട് ചെയ്യാനും അറിയില്ല, പക്ഷെ ആരും കത്തിയിൽ തൊടാനും പാടില്ല. അങ്ങനെ പിന്നെ എന്തെങ്കിലും കാട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ ഒറ്റയ്ക്ക് കട്ട് ചെയ്തിട്ടോ. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ആ ഫേസ് കണ്ടോ, ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഇത്തവണ നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കഴിക്കാൻ നിന്നാൽ എങ്ങനെയായാലും നേരം വൈകും. അപ്പോൾ അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് വേഗം എല്ലാവരെയും കണ്ടിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അധികം നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനിയത്തി മക്കളും നാത്തൂനും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. പിന്നെ പോകുന്ന വഴി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് തന്നെ പോയി. എന്താ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് റോസു. ഇതിപ്പം തേനൊക്കെ ചേർത്തിട്ടില്ല, മാങ്ങ കുഴച്ചെടുത്ത കേട്ടോ. തേന്, ഉണക്കമുളക് ഒക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ടുള്ള മാങ്ങ കുഴച്ചതാണ്. അതിനുശേഷം ഇളനീര് കഴിക്കുകയാണ്. റോസുമാണ് ഇപ്പം നാട്ടിൽ വന്നത് കാര്യമായിട്ട് മുതലാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പം പുതിയൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.